ധൃതരാഷ്ട്രരെയും ഗാന്ധാരിയെയും കാണാനായി വ്യാസൻ കൊട്ടാരത്തിലെത്തുന്നു. ആ സമയം ഗാന്ധാരി അദ്ദേഹത്തെ വേണ്ടുന്ന വിധം സൽക്കരിച്ച് സന്തോഷിപ്പിക്കുന്നു. ഇതിൽ സംതൃപ്തനായ മുനി ഗാന്ധാരിക്ക് അനുഗ്രഹം നൽകുന്നു. നിന്റെ ഭർത്താവിൽ നിന്ന് നിനക്ക് 100 പുത്രന്മാർ ഉണ്ടാവട്ടെ എന്ന്. അതിനുശേഷം ഗാന്ധാരി ഗർഭിണിയാകുന്നു. പക്ഷേ 2 വർഷമായിട്ടും പ്രസവിക്കുന്നില്ല. തനിക്ക് ശേഷം ഗർഭിണിയായ അനിയത്തി കുന്തി പ്രസവിച്ചതോടെ അറിഞ്ഞ ഗാന്ധാരി ദുഃഖത്താൽ തൻ്റെ വയറ്റിൽ ആഞ്ഞ് ഇടിക്കുന്നു. തത്സമയം ഒരു മാംസപിണ്ഡത്തെ അവൾ പ്രസവിക്കുകയും ചെയ്യുന്നു. ഇതറിഞ്ഞ വ്യാസൻ ഗാന്ധാരിയെ ശാസിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു, മുനേ, അങ്ങല്ലേ പറഞ്ഞത് എനിക്ക് 100 പുത്രന്മാർ ജനിക്കുമെന്ന്. പക്ഷേ ഞാൻ പ്രസവിച്ചത് ഈ മാംസക്കട്ടയും. ഇത് കേട്ട മുനി പറഞ്ഞു, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്, എൻ്റെ വാക്ക് തെറ്റുകയില്ല. ഇത് പറഞ്ഞതിന് ശേഷം മുനി 100 കുടങ്ങൾ വരുത്തുകയും അതിൽ നെയ്യ് നിറപ്പിക്കുകയും ചെയ്യുന്നു. ശേഷം മന്ത്രജലം കൊണ്ട് മാംസക്കട്ട കഴുകുകയും അത് അപ്പോൾ 101 കഷ്ണങ്ങളായി പൊടിയുകയും ചെയ്യുന്നു. 100 കുടങ്ങളിലായി മാംസക്കഷ്ണങ്ങൾ നിറയ്ക്കുമ്പോൾ ഗാന്ധാരി മനസ്സിൽ വിചാരിക്കുന്നു, എനിക്ക് ഒരു പുത്രിയും കൂടി ഉണ്ടായിരുന്നുവെങ്കിലെന്ന്. ഇത് ജ്ഞാനദൃഷ്ട്യാ മനസ്സിലാക്കിയ മുനി ശേഷിച്ച ചെറിയ ഒരു കഷ്ണം ഒരു കുടത്തിൽ നിറയ്ക്കുന്നു. ഇതെല്ലാം സൂക്ഷിച്ചു വയ്ക്കാൻ നിർദ്ദേശം നൽകുകയും സമയമാകുമ്പോൾ ഓരോരുത്തർ പുറത്തു വന്നോളൂ എന്ന് പറഞ്ഞ് മുനി പോകുന്നു. ശേഷം ഒരു ദിവസം ഒരു കുടം എന്ന കണക്കിന് എല്ലാ കുടങ്ങളും പൊട്ടി കുഞ്ഞുങ്ങൾ പുറത്തു വന്നു. അവസാനത്തെ 101ാമത്തെ കുടത്തിൽ നിന്ന് ഒരു പുത്രിയും പിറക്കുന്നു. ഈ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ പുരാണത്തിലൂടെ വ്യാസൻ നമുക്ക് പറഞ്ഞു തന്നിരുന്നു എന്നാണ്.